ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്നൊരു മധുരമായാലോ? നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ക്യാരറ്റ് സേമിയ പായസം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് സേമിയ, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഈ നെയ്യിലിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 7 മിനിറ്റോളം ഇത് വഴറ്റണം. നന്നായി അതിൻ്റെ കളർ മാറുന്നത് വരെ നെയ്യിലിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും നെയ്യും എല്ലാം ചേർന്ന് ക്യാരറ്റിലേക്ക് വഴന്നു വരുമ്പോൾ വല്ലാത്തൊരു നല്ല മണവും ഫ്ലേവറും നമുക്ക് നേരത്ത് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും, ഏകദേശം ഒരു 8 അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മഴക്കാലത്ത് ഇടയ്ക്കൊരു മധുരം കഴിക്കുന്നതൊക്കെ എല്ലാവർക്കും ഒരു താല്പര്യമായിരിക്കും. ഇനി നമുക്ക് അതേ നെയ്യിലിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഓൾറെഡി കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ചെറിയ ചുമപ്പ് നിറമാകുന്നത് വരെ. അതും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനിവിടെ ആദ്യം തന്നെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 ലിറ്റർ പാലാണ് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ഈ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം. കട്ടിയുള്ള പായസമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കട്ടിയുള്ള പായസം ആർക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. 1 ലിറ്റർ പാലിന് 1 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുത്തു. ഒരു 5 മിനിറ്റോളം സേമിയ വേവിച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള പാൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി പാൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള പാൽ കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറക്കാത്ത 1 ടേബിൾ സ്പൂൺ സേമിയ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് പഞ്ചസാര മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ക്യാരറ്റ് സേമിയ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, കുറച്ച് സേമിയയും ക്യാരറ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി പായസമാണിത്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മളിപ്പം ചേർത്ത് കൊടുത്തു. ഇനി അതൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.